ആക്ച്വലി നമ്മൾക്ക് ആ നോട്ട് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നം. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് അതിലേക്ക് തിരികെ കയറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിന് നോട്ട് ഉണ്ടാക്കുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അധികം സമയം കളയുന്നില്ല, നമുക്ക് ലൈവ് എക്സാമ്പിളിലേക്ക് പോകാം. ഇത് ആക്ച്വലി മെയ് 15 നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ മൊത്തം കാര്യം ഞാനൊരു നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മളിന്ന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ് കൈകാര്യം ചെയ്യുന്നത്, കറണ്ട് അഫയേഴ്സിൽ നിന്ന് എങ്ങനെ നോട്ട് ഉണ്ടാക്കാം എന്നുള്ളത്. കാരണം ഓൾറെഡി നമ്മൾ സ്റ്റാറ്റിക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എങ്ങനെ നോട്ട് ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, കറണ്ട് അഫയേഴ്സ് എന്നുള്ള നോട്ട് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം ഡെയിലി ഒരുപാട് പേജുകൾ 10-60 സ്ലൈഡുകളൊക്കെ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് വലിയ ടൈം കൺസ്യൂമിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിന് നോട്ട് ഉണ്ടാക്കുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് എവിടെ നിന്നായിരിക്കും, നിങ്ങളിപ്പോൾ ലേണേഴ്സിൻ്റെ സ്ലൈഡ്സ് ആണ് അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ നോട്ട്സ് ആണ് റെഫർ ചെയ്യുന്നതാണെങ്കിൽ പോലും, അല്ല മറ്റേതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ അനാലിസിസ് ന്യൂസ് അനാലിസിസ് ആണ് കാണുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് അനാലിസിസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് റിലവൻ്റ് ആണ്, സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആണെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് ക്രിസ്പായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ആ ഒരു നിങ്ങൾക്ക് തരുന്ന, ഇപ്പോൾ ലേണേഴ്സ് തരുന്ന നോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന നോട്ട് ആയിക്കോട്ടെ, അതിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ട് വായിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ ലെങ്തി ആയിരിക്കും. പക്ഷെ അതിന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കി, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്ത് എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ട് വളരെ ക്രിസ്പാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇതൊരു ലൈവ് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ അധികം സമയം കളയുന്നില്ല, നമുക്ക് ലൈവ് എക്സാമ്പിളിലേക്ക് പോകാം. ഇത് ആക്ച്വലി മെയ് 15 നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ടോപ്പിക്കാണ്. നിസാർ എന്ന് പറഞ്ഞ ഒരു സാറ്റലൈറ്റിനെ കുറിച്ചിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ISRO ചെയർമാനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ISRO ഇന്ത്യയിലെ സ്പേസിലെ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും നിസാർ സാറ്റലൈറ്റും അതിൻ്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ചും നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോട്ട് മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ലേണേഴ്സിൻ്റെ കറണ്ട് അഫയേഴ്സ് അനാലിസിസിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അനാലിസിസിൽ അന്ന് ടോട്ടൽ 66 പേജുകളാണ് ഉണ്ടായിരുന്നത്, സ്ലൈഡ്സ് ആണ് ഉണ്ടായിരുന്നത്, സ്ലൈഡ്സ് ആയിട്ടാണ് നൽകുന്നത്. സോ 66 സ്ലൈഡ്സിലെ ഈ നിസാർ എന്ന് പറയുന്നത് 9 സ്ലൈഡുകളായിട്ടാണ് വരുന്നതുള്ളത്. അതായത് 9 സ്ലൈഡ്സ് ആണ് നിസാർ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ലൈവായിട്ട് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, നോട്ട് മേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ലൈഡിൽ നിന്നും റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം പിക്ക് ചെയ്യും. അതിനുശേഷം ഞാൻ പേപ്പറിൽ ഉണ്ടാക്കിയ ഒരു നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യും. അപ്പോൾ ആക്ച്വലി ഇത് ന്യൂസാണ്. അപ്പോൾ ന്യൂസ് നമ്മൾ വായിക്കണമെന്നില്ല, കാരണം ഓൾറെഡി ന്യൂസിനെയാണ് നമ്മൾ അടുത്ത പേജിൽ അനലൈസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഫസ്റ്റ് പേജ് എന്താണ് വാർത്ത എന്നുള്ളത് ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടോപ്പിക്ക്, നിസാർ സാറ്റലൈറ്റ് ക്യാൻ മോണിറ്റർ ടെക്ടോണിക് മൂവ്മെന്റ്സ് ആക്യുറേറ്റ്ലി. അപ്പോൾ പ്രധാനമായിട്ട് ടെക്ടോണിക് മൂവ്മെന്റിനെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇത് ലേറ്റർ ദിസ് ഇയർ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മാസത്തിനുള്ളിൽ ഭൂമിനെ ഫുൾ മാപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ വീണ്ടും അനാലിസിസ് പാർട്ടിൽ കവർ ചെയ്യും. സോ ദിസ് ഇസ് ദ ഹെഡിങ്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ ഈ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്ലൈഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യത്തെ പേജ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് നോട്ട് ഉണ്ടാക്കുന്നത് നമുക്കറിയാം അല്ലേ. സോ ഫസ്റ്റ് നിസാർ എന്ന് പറഞ്ഞാൽ എന്താ? നിസാർ എന്ന് പറഞ്ഞാൽ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ് അല്ലേ. അപ്പോൾ ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാറിനെ സാർ എന്ന് വിളിക്കും. അപ്പോൾ നാസ ISRO സാർ ആണ് നിസാർ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ പോയിന്റിലൂടെയും കടന്നു പോകാം. നിസാർ ഹാസ് ബീൻ ബിൽഡ് ബൈ സ്പേസ് ഏജൻസീസ് ഓഫ് US ആൻഡ് ഇന്ത്യ അണ്ടർ ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈൻഡ് ഇൻ 2014. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ആരൊക്കെ തമ്മിലാണ് ചെയ്യുന്നതെന്നാണ്. ഓൾറെഡി പേരിൽ തന്നെ ഉണ്ട്, എങ്കിലും നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എന്തിൻ്റെ, US ആൻഡ് ഇന്ത്യ എപ്പോഴാണ് 2014 എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ. ഇത്രേ കാര്യം നമുക്ക് വേണ്ടതുള്ളൂ. നമുക്കറിയാം US ആൻഡ് അമേരിക്ക, നമ്മൾ ഓൾറെഡി വായിച്ചു അല്ലേ, നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ 2014 ഇന്ത്യയും US തമ്മിൽ സൈൻ ചെയ്ത എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മുടെ നോട്ടിൽ നമ്മൾ ആകെ ഈ ഒരു കാര്യം മാത്രമുണ്ട്, US ആൻഡ് ഇന്ത്യ 2014 എന്നുള്ളത്. അടുത്തത് ദ സാറ്റലൈറ്റ് ഈസ് ലൈക്ലി ടു ബി ലോഞ്ച്ഡ് ലേറ്റർ ദിസ് ഇയർ ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇൻടു പോളാർ ഓർബിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ആകെ നമ്മൾ ചേർക്കേണ്ടത് വെച്ചാൽ ലേറ്റർ ദിസ് ഇയർ. അപ്പോൾ ലോഞ്ചിങ് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി ഒരു 2024 എൻഡാണ്. എവിടത്തേക്കാണ് ഓർബിറ്റ് ചെയ്യുന്നത്? പോളാർ ഓർബിറ്റ് ആണെന്ന് വേണമെങ്കിൽ പോളാർ ഓർബിറ്റ് ആണ് എന്ന് നമുക്ക്
പറയാൻ വേണ്ടി. കാരണം അത് ചിലപ്പോൾ UPSCയുടെ ക്വസ്റ്റ്യൻസിൽ ദ സാറ്റലൈറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ ടു പോളാർ ഓർബിറ്റോ ജിയോ സിങ്ക്രണസ് ഓർബിറ്റോ സൺ സിങ്ക്രണസ് ഓർബിറ്റോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പോളാർ ഓർബിറ്റ് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ആ കാര്യം മാത്രം ലോഞ്ച്ഡ് 2024 എൻ്റെ പോളാർ ഓർബിറ്റ്. അതിൽ ഇതിൻ്റെ മിനിമം ലൈഫ് 3 years ആണെന്ന് പറഞ്ഞിട്ട് സോ ഞാൻ അതിൽ ലൈഫ് 3 years ആണെന്ന് ചേർത്തു. അടുത്തത് ഇതൊരു ലോ എർത്ത് ഓർബിറ്റിലേക്കാണെന്ന് കേട്ടോ. സോ ഞാനിതിൽ ലോ എർത്ത് ഓർബിറ്റ് എന്ന് ചേർത്തു. ഓക്കെ, ഇറ്റ് ക്യാൻ ഫുള്ളി മാപ്പ് വിത്ത് എർത്ത് ട്വൈസ് എ മന്ത് എന്ന് പറയുന്നുണ്ട്. സോ ഫുള്ളി മാപ്പ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫുള്ളി മാപ്പ് ഇൻ ട്വൈസ് എ മന്ത്, അതായത് 14 ഡേയ്സിൽ അല്ലെങ്കിൽ 14 ഡേയ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇത് മാപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ട്വൈസ് എ മന്ത് എന്ന് പറയുന്നത്. ഒരു മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റും. എന്തൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് ഈ ഒരു സാറ്റലൈറ്റിൽ നിന്ന് എന്തൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മുടെ ഹെഡിങ്ങിൽ തന്നെ ടെക്ടോണിക് ആക്ടിവിറ്റീസ് കിട്ടുന്നതാണ്. മറ്റെന്തൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടും? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇമേജിംഗ് ആണ്. എന്തൊക്കെയാണ്? മാപ്പാണല്ലോ, ഇമേജ് ഉണ്ടാക്കുവാണ്. എന്തിൻ്റെയാണ്? വാട്ടർ ബോഡി കിട്ടും, ഗ്രീനറി കിട്ടും, സ്നോ കവർ കിട്ടും, അഗ്രികൾച്ചറൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും, ഡെസേർട്ടിഫിക്കേഷൻ. സ്വാഭാവികമായിട്ടും ഡെസേർട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പോയിന്റും നമുക്ക് എഴുതാം. നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് ഇത്രയും പോയിന്റ് മാത്രമേ നമ്മൾ കുറിച്ചെടുക്കേണ്ടതായുള്ളൂ. ഇനി അടുത്തത്, നിസാർ വിൽ ബി ദ ഫസ്റ്റ് റഡാർ ഓഫ് ഇറ്റ്സ് കൈൻഡ് സ്പേസ് ടു സിസ്റ്റമാറ്റിക്കലി മാപ്പ് എർത്ത് യൂസിങ് 2 ഡിഫറെന്റ് റഡാർ ഫ്രീക്വൻസി. അപ്പോൾ റഡാർ ഫ്രീക്വൻസീസ് ഏതൊക്കെയുണ്ട്? എൽ ബാൻഡ് ഉണ്ട്, എസ് ബാൻഡ് ഉണ്ട്. 2 റഡാർ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഭയങ്കര ആക്യുറസി ഉണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ സാറ്റലൈറ്റിന്റെ വെയിറ്റ് പറയുന്നുണ്ട്. നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് എന്നുള്ള എങ്കിലും വേണമെങ്കിൽ ഇത് 2800 കിലോ വെയിറ്റ് ഉള്ള സാറ്റലൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ഡ്യുവൽ ഫ്രീക്വൻസി ഇമേജിംഗ് റഡാർ ആണ്. കാരണം റഡാർ ഫ്രീക്വൻസി ഡ്യുവൽ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡ്യുവൽ എന്ന് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ പേജിൽ എത്രയും കണ്ടന്റ് മാത്രമേ ഉള്ളൂ അല്ലേ. 2 ചെറിയ പാരഗ്രാഫുകളിലും നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ മാത്രം മതി. ഇനി അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ റഡാർ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് വരിക. ഈ ഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരിക. ഞാൻ റഡാർ ഫ്രീക്വൻസി ഓക്കെ, എൽ ബാൻഡ് ഉണ്ട്, എസ് ബാൻഡ് ഉണ്ട്. ഇത് ഞാൻ ഡ്യുവൽ ഫ്രീക്വൻസി ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നേരത്തെയുള്ള പോയിന്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഇതിൽ നാസ പ്രൊവൈഡഡ് എൽ ബാൻഡ്. അപ്പൊ നാസ പ്രൊവൈഡ് ചെയ്ത് എൽ ബാൻഡ് ആണ്. ഇത് നാസയാണ് പ്രൊവൈഡ് ചെയ്തത്. എസ് ബാൻഡ് ആരാ പ്രൊവൈഡ് ചെയ്തത്? എസ് ബാൻഡ് ISRO ആണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ തന്നെ ഇതിന്റെ ലോഞ്ച് വെഹിക്കിൾ GSLV ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ളത് GSLV ആണെന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ എസ് ബാൻഡ് റഡേഴ്സ് ക്യാൻ ഓപ്പറേറ്റ് വേവ് ലെങ്ത് ഓഫ് 8 to 15 സെന്റി 8 മുതൽ 15 സെന്റിമീറ്റർ വേവ് ലെങ്ത് ആണ്. സോ എസ് ബാൻഡ് റഡാറിനെ ഹൈ വേവ് ലെങ്ത് ആണെന്ന് നമുക്ക് പറയാം. ഹൈ വേവ് ലെങ്ത് അത് 8 to 15. സ്പെസിഫിക് ഡാറ്റയാണ്, നമുക്കത് അത്ര അത്യാവശ്യമില്ല. പക്ഷെ നമുക്ക് മീൻസ് പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് 8 to 15 സെന്റിമീറ്റർ. ഫ്രീക്വൻസി 2 to 4 GHz ആണ്. വേണമെങ്കിൽ എഴുതാം. അത് സ്പെസിഫിക് ഇൻഫർമേഷൻ ആണ്. നമുക്ക് അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ശരിക്കും ആവശ്യമില്ല. നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോട്ട്സിൽ ഇതൊക്കെ വരുന്നതായിട്ടുള്ളത്. ബിക്കോസ് ഓഫ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ദേ ആർ നോട്ട് ഈസിലി അറ്റന്വേറ്റഡ്. അത്ര വേഗം ഡിസ്റ്റർബഡ് അല്ല. അതായത് ഹൈ വേവ് ലെങ്ത് എന്ന് പറഞ്ഞതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നോട്ട് ഈസിലി അറ്റന്വേറ്റഡ്. ഓക്കെ, അതിന് അത്ര വേഗം ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും എന്തുണ്ടാക്കാൻ വേണ്ടി പറ്റും? വെതർ ഒബ്സർവേഷന് ഇത് സ്യൂട്ടബിൾ ഫോർ വെതർ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ ഇത് വെതർ ഒബ്സർവേഷന് സ്യൂട്ടബിൾ ആക്കുന്നത് എന്താണ്? ഇതിൽ ഹൈ അറ്റന്വേഷൻ ഉള്ളത് എന്നുള്ള കാര്യമാണ്. അതിനുശേഷം 39 ഫൂട്ട് സ്റ്റേഷനറി ആന്റിന റിഫ്ലക്ടർ ആണ്. അത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അതിൽ റഡാർ സിഗ്നൽസിന് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ആ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാവാൻ പറയുന്നതാണ്. നമുക്ക് അതിൽ വലിയ റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊന്നുമില്ല. നിസാർ വിൽ പ്രൊഡ്യൂസ് ഹൈ റെസല്യൂഷൻ ഇമേജസ് അല്ലേ. അപ്പോൾ ഇമേജിംഗ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ടാണ് ലോ എർത്ത് ഓർബിറ്റ് ഹൈ റെസല്യൂഷൻ ഇമേജ് ആണ്. ഹൈ റെസല്യൂഷൻ ഇമേജ് ആണ്. എപ്പോഴാണ്? capable of penetrating clouds and collect day and night regardless of the weather condition. അപ്പോൾ 2 സിറ്റുവേഷനിൽ, അതായത് ക്ലൗഡി ആണെങ്കിലും അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ആണെങ്കിലും ഇതെന്താണ്? ഡേ ആൻഡ് നൈറ്റ് ആണെങ്കിലും ഇത് ഹൈ റെസല്യൂഷൻ ഇമേജസ് നൽകും എന്നുള്ളതാണ്. നാസ റിക്വയർസ് എൽ ബാൻഡ് റഡാർ ഫോർ ഇറ്റ്സ് ഗ്ലോബൽ സയൻസ് ഓപ്പറേഷൻ ഫോർ അറ്റ്ലീസ്റ്റ് 3 years. മീൻവൈൽ ISRO വിൽ യൂട്ടിലൈസ് എസ് ബാൻഡ് റഡാർ ഫോർ മിനിമം 5 years എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിനിമം നമ്മൾ ഓൾറെഡി ലൈഫ് മിനിമം 3 years ഇതിനുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും ആ പോയിന്റ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്. US വിൽ കോൺട്രിബ്യൂട്ട് ലാർജ് ഡിപ്ലോയബിൾ ആന്റിന. വലിയ റിലവൻസ് ഉള്ള കാര്യമല്ല. അപ്രോക്സിമേറ്റ്ലി 14 to 15 days നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫുള്ളി എർത്തിനെ കവർ ചെയ്യും. ട്വൈസ് ഇൻ എ മന്ത് എന്ന് പറഞ്ഞു. ടെക്ടോണിക് മൂവ്മെന്റ് ആക്യുറേറ്റ് ചെയ്യും, മെൻഷൻ ചെയ്യാൻ പറ്റും. അത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സ്ഥലത്ത് നമുക്കിവിടെ ടെക്ടോണിക് മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല അപ്ലിക്കേഷൻസിൽ. സോ ഇവിടെ ടെക്ടോണിക് മൂവ്മെന്റ് കൂടി നമ്മൾ അന്നേരം എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ അടുത്ത പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ മെഷർ വാട്ടർ ബോഡീസ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. വാട്ടർ സ്ട്രെസ്സിങ്, ഡെസേർട്ടിഫിക്കേഷൻ അതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡെഫിഷ്യൻസി ഓഫ് വാട്ടർ ഐഡന്റിഫൈ ചെയ്യാം.
ഓക്കെ, അതുപോലെ ഗ്രൗണ്ട് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സെർട്ടൻ ഡെപ്ത് വരെ ഗ്രൗണ്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് വരെ മെഷർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം പോയിന്റ് ആയിട്ട്. അതുപോലെ തന്നെ വെജിറ്റേഷൻ കവർ ഓൾറെഡി സ്നോ കവർ മോണിറ്റർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് അതിന്റെ അതിന്റെ ആപ്ലിക്കേഷൻസിൽ എഴുതി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും സർഫസ്, വാട്ടർ, ഗ്രീനറി എല്ലാം നോക്കാൻ വേണ്ടി പറ്റും. ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, നമുക്ക് ഡെസർട്ടിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഈവൻ പ്ലേറ്റ് മൂവ്മെന്റുകൾ, കോണ്ടിനെന്റൽ മൂവ്മെന്റുകളെ മെഷർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കോണ്ടിനെന്റൽ മൂവ്മെന്റ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടെക്ടോണിക് മൂവ്മെന്റ്, കോണ്ടിനെന്റൽ മൂവ്മെന്റുകൾ നമുക്ക് അഡ്വാൻറ്റേജ് വെക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിയോളജിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻ ഉണ്ട്, വാട്ടർ റിലേറ്റഡ് ഒബ്സർവേഷൻസ് ഉണ്ട്. ഇതും നമുക്ക് അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ 9th പേജ് വരെ നമ്മൾ എത്തി. സോ ഈ 9 പേജ് സ്ലൈഡിൽ, അതായത് ആ ഒരു ദിവസം ആകെ 66 സ്ലൈഡ്സ് ആണ് ഉണ്ടായത്. സോ അതിൽ 9 സ്ലൈഡ്സ് ആണ്, അതായത് ഏകദേശം അതിൻ്റെ ഒരു 10% അടുത്ത്, അല്ല 15% അടുത്താണ് ഞാൻ ഈ 9 സ്ലൈഡിൽ കവർ ചെയ്തത്. അപ്പോൾ ഈ മൊത്തം കാര്യം ഞാനൊരു നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പം ഇതിൽ നോക്കിയേ, ഈ നോട്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ നോട്ട് എനിക്ക് മാത്രം മനസ്സിലായാൽ മതി. അതായത് ഈ നോട്ട് എനിക്ക് മനസ്സിലായാൽ മതി. എനിക്ക് ഈ നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നോട്ട്. ഈ നോട്ടാണ്, ഇങ്ങനെയാണ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ക്രിസ്പ് അല്ലേ, ഓർമ്മയുണ്ടാവുമെന്ന്. നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ നോട്ട് ഇന്ന് തന്നെ റിവിഷൻ ചെയ്ത് നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഉറപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് മറന്നു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി ഇൻ കേസ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ മറന്നുപോയി, എന്താണ് കൃത്യമായിട്ടില്ല, നേരെ ഈ ഒരു മെറ്റീരിയലിലേക്ക് വരിക, എന്നിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, എന്താണ് ഇഷ്യൂ, മനസ്സിലാവാത്തത് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറയാം. നിസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസി ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാറാണ്. ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാറാണ് സാർ. അത് ഇന്ത്യ US പാർട്ട്ണർഷിപ്പ് 2014 എഗ്രിമെന്റ് പ്രകാരമാണ് നിസാർ എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സാറ്റലൈറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2024 അവസാനത്തിലാണ്. GSLV ആണ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ ഓർബിറ്റിലേക്കാണ് ലോഞ്ച് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ് ഇതിന്റെ ലൈഫ് കണക്കാക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ലോ എർത്ത് ഓർബിറ്റിലാണ്, കാരണം ഇത് ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ ഇമേജസ് എടുക്കാൻ പറ്റും? വാട്ടർ ബോഡീസിന് ഇമേജസ് എടുക്കാം, ഗ്രീനറി എടുക്കാം, സ്നോ കവർ എടുക്കാം, അഗ്രികൾച്ചർ ലാൻഡ്, ഡെസർട്ടിഫിക്കേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ടെക്ടോണിക് മൂവ്മെന്റുകൾ, കോണ്ടിനെന്റൽ മൂവ്മെന്റുകൾ എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എർത്ത് മാപ്പിനെ ഒരു മാസത്തിൽ 2 പ്രാവശ്യം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഏകദേശം എർത്തിനെ 14 ദിവസത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ വെയിറ്റ് ഏകദേശം 2800 കിലോ ആണ്. ഇനി ഇതിന്റെ റഡാറിന്റെ ഫ്രീക്വൻസീസ് നോക്കിക്കഴിഞ്ഞാൽ 2 റഡാർ ഫ്രീക്വൻസി, അതായത് ഡ്യുവൽ ബാൻഡ് ആണ്. അപ്പോൾ ഒന്ന് L ബാൻഡ് ആണ്, മറ്റൊന്ന് S ബാൻഡ് ഫ്രീക്വൻസി ആണ്. അതിൽ L ബാൻഡ് ഫ്രീക്വൻസി നാസ നൽകിയിട്ടുള്ളതാണ്, S ബാൻഡ് ഫ്രീക്വൻസി ISRO നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ISRO ഇതിൽ വലിയ ലാർജ് വേവ് ലെങ്ത് ആണ്, ഏകദേശം 8 മുതൽ 15 സെന്റിമീറ്റർ വരെയാണ് വേവ് ലെങ്ത് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഹൈ വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഇത് നോട്ട് ഈസിലി അറ്റുനേറ്റഡ് ആണ്, അധികം ഡിസ്റ്റർബൻസ് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെതർ മോണിറ്ററിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണെന്നും ഹൈ റെസൊല്യൂഷൻ ഇമേജ് നമുക്ക് കിട്ടും. ഈവൻ ദ ക്ലൗഡി നൈറ്റ്, ഈവൻ ദ നൈറ്റ് ആയിക്കോട്ടെ, ക്ലൗഡി ആയിക്കോട്ടെ, നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഇമേജ് കിട്ടും. അതുപോലെ തന്നെ ഇത് എർത്തിനെ 14 ദിവസത്തിനുള്ളിൽ കവർ ചെയ്യുന്നു. സോ മാസത്തിൽ 2 എന്നുള്ള രീതിയിൽ നമുക്ക് എർത്തിന്റെ മാറ്റം മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് ഗ്രൗണ്ട് പെനിട്രേഷൻ പോസിബിൾ ആണ്. സോ സം ഡെപ്ത് വരെ ഗ്രൗണ്ട് പെനിട്രേഷനും പോസിബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിസാർ സാറ്റലൈറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതും പഠിക്കാനുള്ളതായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഓരോ സ്ലൈഡിലും വെച്ച് പറഞ്ഞു തന്നു. ഞാനത് പേപ്പറിൽ ചെയ്താണ് പറഞ്ഞത്. ഇത് ഞാൻ ചെയ്തത് ഒരു നോട്ടിലാണ് ചെയ്തത്. ആ നോട്ടിന്റെ ഒരു പകുതി എത്തിയിട്ടില്ല, ഒരു 40% സ്പേസ് ആണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നോട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് എന്തായാലും എല്ലാ നോട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് കറണ്ട് അഫയേഴ്സിന് നോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആക്ച്വലി നമ്മൾക്ക് ആ നോട്ട് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തതിന്റെ പ്രശ്നം. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് അതിലേക്ക് തിരികെ കയറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ ക്രിസ്പായിട്ടാണ് നോട്ട് ഉണ്ടാക്കേണ്ടത്. ആ നോട്ട് നിങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ മതി. ആ നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ മതി. ഇത് മാത്രമാണ് നോട്ടിന്റെ പർപ്പസ് ആയിട്ടുള്ളത്. അപ്പോൾ നോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു സംശയം തീർന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോഴല്ല എനിക്ക് ഇങ്ങനെയുള്ള നോട്ട് ഉണ്ടായത്. ഞാൻ കുറേ പ്രാവശ്യം ചെയ്ത് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും ക്രിസ്പായിട്ടുള്ള നോട്ട് ഉണ്ടാക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നോട്ട് ഉണ്ടാക്കിയ സമയം തന്നെ അതിനെ വായിച്ച് ഓക്കെയാണ്, എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അടുത്ത നോട്ടിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. സോ ദാറ്റ് നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് കാണിച്ചത്. ഈസി ആണെന്ന് മനസ്സിലാക്കുന്നു, ഈസി ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സോ ട്രൈ ഇറ്റ് ഔട്ട്. സിമ്പിളായിട്ട് നോട്ടുകൾ ഉണ്ടാക്കുക, റിവിഷൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടത്തുക. കറണ്ട് അഫയേഴ്സ് ഒരു പേടിപ്പിക്കുന്ന സംഭവം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക.